Good afternoon. Okay, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. എത്രയിലേക്ക് 5 വരെ എത്തിയായിരുന്നു അല്ലെ. അതിൽ ഒന്നാമത്തെ 4-മത്തെ നിങ്ങൾ പഠിക്കണം. ഞാനത് പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളപ്പോ അത് എന്ത് ചെയ്യുക, ടിക്കറ്റ് എടുത്ത് വെക്കുക കേട്ടോ. ടിക്കറ്റ് വെക്കുക. ഒന്നാമത്തെ 4-മത്തെ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് 5-മത്തെ ആണ്. ഫോർമുലാസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. ഫോർമുലാസ് ആണ് ഏത് സെക്ഷനിൽ നിന്ന് ചോദിക്കുള്ളൂ. പിന്നെ പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഫോർമുല നോക്കാം. ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കുക. അതും ഞാൻ ഇട്ട് തന്നത് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. നോക്കിയേ, അടുത്തത് 6-മത്തെ പേജ് നമ്പർ ആണ് അവിടെ ചോദിച്ചത്. 59 ആണ് കേട്ടോ. 6-മത്തെ നോക്കിയേ, percentage of inpatients developing adverse drug reaction. Percentage of inpatient developing adverse drug reaction. Percentage, അതായത് ഇൻപേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവര്, അതാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഈ പ്രതികൂലമായിട്ടുള്ള ആ മരുന്നുകള്, ഡ്രഗ് റിയാക്ഷന്റെ ആ ഒരു എഫക്റ്റ് അത് ഡെവലപ്പ് ചെയ്യുന്ന ഇൻപേഷ്യൻസിന്റെ പെർസെന്റേജ്, പ്രതികൂലമായ മരുന്നിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ആ പേഷ്യന്റിന്റെ പെർസെന്റേജ്. Okay, adverse drug reaction is responsible to a drug which is toxic and unintended and which happens at doses normally used in the vein for prophylaxis, diagnosis or other therapy of diseases or for the modification of the psychologic functions. എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഈ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ റെസ്പോണ്ട് ആണ്, ഒരു മരുന്നിനോടുള്ള ഒരു റെസ്പോണ്ട് ആണ്. അപ്പൊ ചിലർക്ക് ഇപ്പൊ എല്ലാ മരുന്നുകളും ഒരുപോലെ ഇതാവണമെന്നില്ല. ചിലർക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് പോലെ ഉണ്ടാകാലോ അല്ലെ, ഉണ്ടാവാറില്ലേ. ചിലർക്ക് അലർജി ഉണ്ടാകാം, ചിലർക്ക് തുമ്മൽ ഉണ്ടാവും, ചിലർക്ക് ചൊറിച്ചിൽ ഉണ്ടാവും. അങ്ങനെ ആ കൊടുക്കുന്ന മരുന്നുകളോടുള്ള ഒരു പ്രതികരണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് അൺഇന്റൻഡഡ് ആൻഡ് വിച്ച് ഹാപ്പൻ doses normally used. ഇനി ചിലർക്ക് പ്രൊഫൈലാക്സിസ്, ഈ രോഗ നിവാരണം, പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണത്തിന്റെ ഭാഗമായിട്ട് ഈ രോഗം വാങ്ങാനാണല്ലോ മരുന്നുകൾ കൊടുക്കുന്നത്. പിന്നെ ചിലർക്ക് ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട്, ഓർ തെറാപ്പി ഓഫ് ഡിസീസ്, ചിലർക്ക് ഡിസീസ് തെറാപ്പിയുടെ ഭാഗമായിട്ട്, for the modification of അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫങ്ഷൻസ് മോഡിഫിക്കേഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് മരുന്നുകൾ കൊടുക്കാം. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻ, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എല്ലാ മരുന്നുകൾക്കും എന്താണ് ഒരു റിയാക്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കാര്യമാണ്. ഈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരത്തിന് ആപ്റ്റായിട്ടുള്ള കാര്യമാണോ അവിടെ അഡ്വേഴ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്? അപ്പൊ കൊടുക്കുന്ന എല്ലാവർക്കും അതിനോടൊരു അലർജിയോ അല്ലെങ്കിൽ സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ടോക്സിക് ആയിട്ടുള്ള വിഷാംശമുള്ള അൺഇന്റൻഡഡ്, ഉദ്ദേശിക്കാത്ത സംഭവങ്ങൾ ഉണ്ടാവുകയാണ് നമുക്ക് ആ മരുന്നുകൾ കഴിച്ചുകൊണ്ട്. അങ്ങനെയുള്ള ഇൻപേഷ്യൻസിന്റെ പെർസെന്റേജ് ആണ്. ഓക്കെ, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ ഇൻപേഷ്യൻസില് എത്ര പേർക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അവിടെ റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്. മൊത്തത്തിലുള്ള ഇൻപേഷ്യൻസ് എത്ര പേര്, അതിനെ ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. നോക്കിയേ, നമ്മുടെ ആ ക്വസ്റ്റ്യൻ തന്നെയല്ലേ ന്യൂമറേറ്റർ ആയിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് മൊത്തം ഇൻപേഷ്യൻസിൽ എത്ര പേർക്ക് ആ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡെവലപ്പ് ചെയ്തു, അതാണ് അവിടെ നോക്കുന്നത്. ഇപ്പം നമ്മളൊരു 100 പേര് ഇൻപേഷ്യന്റ് ആണ്, അതിൽ 60 പേർക്കും ഈ ഇങ്ങനെ മരുന്നുകളോടുള്ള ഒരു പ്രതികൂല ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മളെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അതിന്റെ ക്വാളിറ്റി മോശമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർക്ക് അത്രയും പേർക്ക് അങ്ങനെയുള്ള ഇത് വന്നേന്ന് പറയാം. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. നോക്കി വെക്കുക കേട്ടോ. Number of inpatients developing adverse drug reaction divided by number of inpatients into 100. Okay. അടുത്തത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്ന ആളുകളുടെ
അതിന്റെ പെർസെന്റേജ്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്നവരുടെ പെർസെന്റേജ് എന്ന് വെച്ചേക്കാം. ഇപ്പൊ സർജറി ഒക്കെ പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ ഇന്ന ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് സർജറി ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചു, അല്ലെ? സർജറി ചെയ്തു, അത് നമ്മൾ ആസൂത്രിതമായിട്ട് ചെയ്താണ്, പ്ലാൻഡ് ആണ് ഇന്ന ദിവസം. എന്നാൽ ഈ സർജറി ചെയ്തിട്ട് പിന്നെ നമ്മൾ അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വീണ്ടും മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നല്ലൊരു കാര്യമാണോ? ആസൂത്രണം ചെയ്യാതെയുള്ള ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മടങ്ങി വരവ്. ആർക്കെങ്കിലും വീണ്ടും പ്രീ സർജറി ചെയ്തിട്ടുണ്ടോ? ചിലർക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചിലർക്കൊക്കെ സ്റ്റിച്ച് പഴുക്കാം, സ്റ്റിച്ചൊക്കെ പഴുക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വീണ്ടും സർജറിക്ക് വിധേയമാക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയണ്ട അവിടെ. Unplanned return to the OP is defined as any secondary procedure needed for the complication that result directly from the intense operations. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡറി പ്രൊസീജിയർ ആണ്. ഇപ്പൊ ഒരു പ്രാവശ്യം സർജറി ചെയ്തു, വീണ്ടും നമ്മളൊരു സെക്കൻഡറി പ്രൊസീജിയർ എന്ന നിലയിൽ വീണ്ടും സർജറി ചെയ്യുക. ഇനി ചിലർക്ക് സർജറി ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ന്യൂസിലൊക്കെ, കത്രിക ഉള്ളിൽ വെച്ച് മറന്നു അത് വയറുവേദനയായിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് സിസറായിട്ട് വയറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കണ്ട് വീണ്ടും റീ സർജറി ചെയ്യും. അതൊക്കെ നല്ലൊരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലേ? During the same admission, for example, post-operative bleeding, കണ്ടോ? ഓപ്പറേഷന് ശേഷമുള്ള ബ്ലീഡിങ്, ഡിബ്രിഡിമെന്റ്. ഡിബ്രിഡിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവില്ലേ, ആ മുറിവിൽ നിന്ന് ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ, അതൊക്കെ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഡിബ്രിഡിമെന്റ്. അതാ ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ വയറിനുള്ളിൽ ഇങ്ങനെ പോകുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും സർജറി ചെയ്യും. അത് മുറിവിൽ നിന്നുള്ള ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയ. ഡെഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിബ്രിഡിമെന്റ്. സെക്കൻഡറി സ്റ്റിച്ചറിങ്, സെക്കൻഡറി സ്റ്റിച്ചറിങ് അതായത് നമ്മൾ രണ്ടാമത് പ്രീ സർജറി ചെയ്യൂലേ, സെക്കൻഡറി ആയിട്ട് ഈ ഇതുപോലെ സ്റ്റിച്ച് വല്ലതും പഴുത്തോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആവുകയാണെങ്കിൽ വേണമെങ്കിൽ വീണ്ടും പ്രീ സർജറി ചെയ്യാം, അങ്ങനെയുള്ളത്. അടുത്ത നോക്കി എംബോലക്ടമി. എംബോലക്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളില്ലേ, അതില് ബ്ലഡ് കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറിയാണ്. ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളില് രക്തം കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന ഒരു സർജറി. ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ എക്സെട്ര. അപ്പൊ അതായത് ഈ പറയുന്ന കേസുകളിലൊക്കെ എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരാം, അതിന്റെ പെർസെന്റേജ് ആണ്. മനസ്സിലായോ? അതായത് നമുക്ക് ഇതൊന്നും ആസൂത്രിതമല്ല, പ്ലാൻഡ് അല്ല, യാദൃച്ഛികമായി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വീണ്ടും റീ സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമില്ലേ, അല്ലേ? അത് ആദ്യം മര്യാദയ്ക്ക് ചെയ്യാത്തതുകൊണ്ടല്ലേ വീണ്ടും അങ്ങനെ വരണ്ടേ വരിക, അല്ലെ? സ്റ്റിച്ച് പഴുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്, അല്ലെ? വീണ്ടും റീ സർജറി ചെയ്യാന്ന് പറയുന്നത് അത് ആസൂത്രണം ചെയ്യാതെ വരുന്ന മടങ്ങി വരവാണ്. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT divided by number of patients who underwent surgery in the operation theatre into 100. ഫോർമുല നോക്കാം കേട്ടോ നിങ്ങള്. അപ്പൊ എന്താണ് ആ ഫോർമുല പറഞ്ഞേക്കുന്നത്? അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT, ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? divided by number of patients who underwent surgery. ആ സർജറിക്ക് വിധേയമാക്കിയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. ഒരു ദിവസം അവിടെ ഒരു 50 സർജറി നടന്നു, അതിൽ 40 സർജറിയും നമുക്ക് വീണ്ടും റീസർജറി ചെയ്യേണ്ടി വരാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഫോർമുല എഴുതാം? മൊത്തം നമുക്ക് അൺപ്ലാൻഡ് റിട്ടേൺ എത്രയാണ് പറഞ്ഞത്? 40 divided by മൊത്തം സർജറി ചെയ്തവര് 50 പേര്, divided by 50 into 100. ഓക്കെ, ക്ലിയർ അല്ലേ? അത് നിങ്ങൾ ആ ഇക്വേഷൻസ് അതിൽ നിന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അറിയാത്ത ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണമെന്നുള്ളൂ. ഇക്വേഷൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത്, അത് നോക്കി വെക്കാം. ഓക്കെ,
നമ്പർ ഓഫ് അൺപ്ലാന്റഡ് റിട്ടേൺ നോക്കി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. കൺഫ്യൂഷൻ ഇല്ല അവിടെ. നമ്പർ ഓഫ് അൺപ്ലാന്റഡ് റിട്ടേൺ ഓൺലി ഡിവൈഡഡ് ബൈ മൊത്തം അവിടെ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഇനി അടുത്ത എട്ടാമത്തെ നോക്കി, പെർസെന്റേജ് ഓഫ് സർജറീസ് where the organization procedure to prevent adverse event like wrong site, wrong patient and wrong surgery have been adhered to. ഇനി കണ്ടോ, ഇനി നമുക്ക് ഇനി എട്ടാമത്തെ പറഞ്ഞേക്കുന്നത് നമ്മൾക്ക് ഈ പെർസെന്റേജ് ഓഫ് സർജറിയുടെ പെർസെന്റേജ് ആണ്. എന്ത്, ഈ തെറ്റായിട്ടുള്ള സൈറ്റ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം വലത് കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം ചിലപ്പോ ഈ ഇടത് കണ്ണ് ഓപ്പറേഷൻ ചെയ്ത്, അല്ലേ? അല്ലെങ്കിൽ വലത് കൈയുടെ രണ്ടാമത്തെ വിരൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം മൂന്നാമത്തെ വിരൽ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെയൊക്കെ ഒത്തിരി ന്യൂസുകൾ നിങ്ങൾ കേൾക്കണ്ടല്ലോ, കേൾക്കല്ലേ? തെറ്റായിട്ടുള്ള സൈറ്റ് കേട്ടിട്ടില്ല അങ്ങനെയൊന്നും? നിങ്ങൾ പേപ്പർ ഇതൊന്നും വായിക്കാറില്ലേ? ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടില്ല? അങ്ങനെ യാദൃച്ഛികമായിട്ട് കേട്ടോ, അല്ല എല്ലാം അങ്ങനെയാണല്ല പറഞ്ഞത്, യാദൃച്ഛികമായിട്ട് നമ്മൾ അങ്ങനെ കേൾക്കാം. തെറ്റായിട്ടുള്ള സൈറ്റ് അതാണ്. വലത് കണ്ണ് ചെയ്യുന്നതിന് വരെ ചിലപ്പോ ഇടത് കണ്ണ് ചെയ്യാം. അങ്ങനെ റോങ് പേഷ്യൻ, തെറ്റായിട്ടുള്ള പേഷ്യൻസ്, റോങ് സർജറി, തെറ്റായ സർജറി, അല്ലെ? ഇങ്ങനെയുള്ള പ്രതികൂല സംഭവങ്ങള്, അങ്ങനെയുള്ള അതിന്റെ പ്രതികൂല സംഭവങ്ങള്, സർജറി തുടങ്ങിയ പ്രതികൂല സംഭവങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള, തടയുന്നതിനുള്ള ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ ഒരു പെർസെന്റേജ് ആണ്. പെർസെന്റേജ് ഓഫ് സർജറി where the organization procedure is to prevent ചെയ്യാന്ന് വെച്ചാൽ തടയുക, അഡ്വേഴ്സ് ഇവന്റ്. കണ്ടോ, ഇങ്ങനെയുള്ള പ്രതികൂല പ്രതികരണങ്ങൾ തടയുന്നതിനുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ പ്രൊസീജിയർ. ഫോർമുല എന്താ? നമ്പർ ഓഫ് സർജറി where the procedure was followed. ശരിയായ പ്രൊസീജിയർ ഫോളോ ചെയ്ത് നടത്തിയിട്ടുള്ള സർജറികളുടെ എണ്ണത്തെ മൊത്തത്തിലുള്ള സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ അതിന്റെ പെർസെന്റേജ് കാണണേ. പ്രിവെന്റ് ചെയ്യാനാണ് ഇങ്ങനെയുള്ള റോങ് സൈറ്റ്, റോങ് പേഷ്യന്റ്, റോങ് സർജറി തുടങ്ങിയ പ്രതികൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുന്നത്, തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഒരു സർജറിയുടെ പെർസെന്റേജ്. ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സർജറി where procedure was followed. ശരിയായ നടപടിക്രമം പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? മൊത്തത്തില് അവിടെ നടത്തിയ മൊത്തത്തിലുള്ള സർജറിയുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ചിലപ്പോ 100 സർജറി പറഞ്ഞത് 90 എണ്ണമായിരിക്കും ചിലപ്പോ നല്ല ശരിയായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ചെയ്യുന്നത്. അല്ലാതെ ചിലപ്പോ 10 എണ്ണം അല്ലാതെ ചെയ്യുന്നതാവാം. മനസ്സിലായോ? അപ്പൊ എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാം? ശരിയായിട്ടുള്ള പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന സർജറികളുടെ എണ്ണത്തെ മൊത്തത്തില് അവിടെ നടത്തിയിട്ടുള്ള സർജറികൾ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ഒമ്പതാമത്തെ പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇനി ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പഠിച്ചിട്ടില്ലേ? ബ്ലഡ് ബാങ്കില് ട്രാൻസ്ഫ്യൂഷൻ, പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇനി നോക്കിയേ, എനി ഹോസ്റ്റൈൽ റിയാക്ഷൻ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ്, പ്രതികൂലമായ റിയാക്ഷൻ. Transfusion of blood or blood component should be considered as a transfusion reaction. എന്തെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ, കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനായിട്ട്. മാച്ച് അല്ലാത്ത ബ്ലഡുകൾ ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, പേഷ്യൻസിന് ഡെത്ത് വരെ സംഭവിക്കാം, അല്ലേ? ഡൊണേറ്റ് റിസീവ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്, അല്ലെ? എല്ലാ ഇതും ടെസ്റ്റുകളും നമ്മൾ അതൊക്കെ പഠിച്ചതാണ്, ബ്ലഡ് ബാങ്കില് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് തന്നെയാണ് അത്, അല്ലെ?
പഠിച്ചല്ലേ? അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ബ്ലഡ് ബാങ്കിൽ അത് ടീച്ചർ പഠിച്ചാണ് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പുകള്, എ ബി ഗ്രൂപ്പ് മാത്രം നോക്കാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടോ നോക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അതിനകത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നോക്കി കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണം ചെയ്യാനായിട്ട്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് ആണ്. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഹോസ്റ്റൽ റിയാക്ഷൻ, ഇനി അഡ്വേഴ്സ് റിയാക്ഷൻ, പ്രതികൂലമായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, അതിന്റെ പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മേ റേഞ്ച് ഫ്രം മൈൽഡ് അലർജിക് റിയാക്ഷൻ. ഇനിയിപ്പോ അങ്ങനെ വരുമ്പോൾ ചില അലർജി, ചെറുതായിട്ടുള്ള അലർജി പോലെ കറക്റ്റ് ബ്ലഡ് മാച്ച് അല്ലാത്തത് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാം. ഇവിടെ ചെറിയ അലർജി മുതൽ ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ്, അല്ലെ, ജീവൻ വരെ നഷ്ടപ്പെടാം. Life threatening complications such as TRALI and graft versus host disease. TRALI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി ആണ് കേട്ടോ. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം, ജീവനെ അപകടപ്പെടുത്തുന്ന കോംപ്ലിക്കേഷൻസ് വരെ ഉണ്ടാകാം. ഏതാ? സച്ചാസ് ഏതൊക്കെയാ? ട്രാലി, TRALI, ട്രാലി എന്ന് പറഞ്ഞ ട്രാൻസ്ഫ്യൂഷൻ, അതൊന്ന് എഴുതി വെച്ചാണ്. Transfusion related acute lung injury. Transfusion related acute lung injury. ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മള് ഈ നമ്മൾ കൊടുക്കുന്നതല്ലേ, അതായത് ദാതാവിന്റെ രോഗപ്രതിരോധ കോശങ്ങൾ അത് സ്വീകരിക്കുന്നവരും റെസിപ്പിയന്റിന്റെ കോശങ്ങളെ ആക്രമിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരെയും സംഭവിക്കാം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്, അതിന്റെ പെർസെന്റേജ് നോക്കിയേ. The number of transfusion reaction, അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസിന്റെ എണ്ണത്തെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്, ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇതിന്റെ എണ്ണം, നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ് ഇൻടു 100. എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്തു അതിന് നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ എണ്ണത്തെ, number of transfusion reaction divided by number of units transferred, അതായത് അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മൊത്തം എണ്ണം into 100 ചെയ്യുക. അതൊന്ന് ടിക്കറ്റ് വെച്ചോ, 9ാമത്തെ ടിക്കറ്റ് കേട്ടോ. നോക്കിയ വേറെ ഒന്നും കൺഫ്യൂസ്ഡ് ആവാനില്ല. നമ്മുടെ ന്യൂമറേറ്റർ തന്നെയാണ് അവിടെ, ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത്. Number of transfusion reaction divided by number of units transferred into 100. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അത് തന്നെയാണ് ന്യൂമറേറ്റർ വന്നേക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ഇടാം, ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു ആക്കിയൊക്കെ തരാം, അല്ലെങ്കിൽ തന്നെയായിരിക്കും ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ നോക്കുക, ന്യൂമറേറ്റർ തന്നെയാണ് അവിടെ കിടക്കുന്നത്. 9ാമത്തെ പഠിക്കുക. ഇനി അടുത്തതാണ് ആ ട്രാലി എന്നുള്ളത് ഒന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി ആണ് ട്രാലി. ഇനി അടുത്തത് നോക്കി, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മരണനിരക്കാണ് അല്ലെ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ഇതിനകത്ത് 7ാമത്തെ ടിക്ക് ചെയ്യണം, 9ാമത്തെ ടിക്ക് ചെയ്യണം, ആ ഒരു പേജ് 10ാമത്തെ ടിക്ക് ചെയ്യണം. 10ാമത്തെ ഇപ്പൊ നമ്മൾ പറയണേ ഉള്ളൂ കേട്ടോ. 3 ആ പേജിൽ നിന്ന് പഠിച്ചാൽ 7ാമത്തെ, 9ാമത്തെ, 10ാമത്തെ. Okay, the standardized mortality ratio is the ratio perceived, യഥാർത്ഥമായിട്ടുള്ളത്, or actual mortality and anticipated mortality for a specific time period. ഒരു ICUയിലെ യഥാർത്ഥത്തിലുള്ളതോ
പെർസീവ്ഡ് ഓർ ആക്ച്വൽ മോർട്ടാലിറ്റി, യഥാർത്ഥത്തിലുള്ള മരണം, ICU നടന്നിട്ടുള്ള യഥാർത്ഥ മരണം, അതുപോലെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് എത്തി, വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി, മരണം പ്രതീക്ഷിക്കുന്നത് ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ്, അതിന്റെ റേഷ്യോ ആണ്. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ICUയിലെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള മോർട്ടാലിറ്റിനെ എന്ത് ചെയ്യുക, അവിടെ പ്രതീക്ഷിക്കുന്ന മരണം പ്രതീക്ഷിക്കുന്ന അതിന്റെ നമ്പർ, അവരുടെ നമ്പർ കൊണ്ട് അതിന്റെ റേഷ്യോ, ആ റേഷ്യോ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഫോർമുല actual death in ICU divided by predicted death in ICU into 100. ഇങ്ങനെ കണ്ടുപിടിക്കാം. ICUയിലുള്ള യഥാർത്ഥ മരണങ്ങള്, അതിനെ പ്രിഡിക്റ്റഡ് ഡെത്ത്, മരണം പ്രതീക്ഷിക്കുന്നതില്ലേ, ICUയില് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള ഡെത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. അതൊന്ന് ടിക്കറ്റ് വെച്ച് 10ാമത്തെ സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUയില് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള മരണങ്ങള്, അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ predicted death in ICU into 100. ICUയില് മരണം പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള, പ്രവചിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഡെത്ത്, അതിന്റെ നമ്പർ ഓഫ് ആളുകൾ, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, into 100 ചെയ്യുക. ഓക്കെ, ആ പേജ് അത് അത്രയും ഓക്കെ അല്ലേ? 10ാമത്തെ, 7ാമത്തെ, 9ാമത്തെ 3 ടിക്കറ്റ് വെച്ചേരെ. ടിക്കറ്റോ നിങ്ങള് ജസ്റ്റ് പാരഗ്രാഫിൽ അത്രയും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ ആ ഫോർമുലാസ് മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്ത നോക്കിയേ, ട്രാലി എന്നുള്ളത് ഫുൾ ഫോം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വേണ്ടി നിങ്ങൾക്ക് ചോദിച്ചാൽ അത് വിചാരിച്ചിട്ടോ. ട്രാൻസ്ഫ്യൂഷൻ related, RELATED, transfusion related acute, ACUTE, acute lung injury, transfusion related acute lung injury. Okay. ഓക്കെ ആണോ? എഴുതിയോ? ചോദിച്ചാൾക്ക് കിട്ടിയും. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, നമുക്ക് നോട്ട് ചെയ്തേ. ഇനിയിപ്പോ എക്സാമിന് വേണ്ടി ചോദിച്ചില്ലെങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കി വെക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ 7ാമത്തെയും 9ാമത്തെയും 10ാമത്തെയും അതിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ആ പേജ് എല്ലാവരും കൂടി മാറ്റി വെച്ച് പഠിക്കാം. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അതാണ്. 1 2 എണ്ണം ഒക്കെയാ ചോദിക്കുള്ളൂ. നമുക്ക് ഈ 32 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് 1 2 എണ്ണം ഒക്കെ, മാക്സിമം 3 എണ്ണം, അതിൽ കൂടുതൽ ഒന്നും ചോദിക്കാറില്ല ഈ ഒരു സെക്ഷനിൽ നിന്ന്. അത് ഫോർമുല മാത്രമേ ചോദിക്കാറുള്ളൂ കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് നോക്കിയുള്ള, അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതാണ് ഇമ്പോർട്ടന്റ് അടയാളപ്പെടുത്തി തന്നത്. ഇനി നമ്മൾ പറഞ്ഞത് അടുത്ത നോക്കിയേ, 11ാമത്തെ ഫോർമുല നോക്കിയേ. റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. കണ്ടോ? എന്താ സിമിലർ കംപ്ലൈന്റ്, ഒരേപോലെയുള്ള കംപ്ലൈന്റുമായിട്ട് നമ്മള് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് 72 മണിക്കൂറിനുള്ളില് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് ഉണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് നമുക്ക് 72 മണിക്കൂറിനുള്ളില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്തിൻ ദ സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സമാന പരാതികളുമായിട്ട്, ഒരേ കംപ്ലൈന്റ്സുമായിട്ട് സമാന പരാതികളുമായിട്ട് 72 മണിക്കൂറിനുള്ളില് എമർജൻസിയിലേക്ക് വരുന്ന റിട്ടേൺ, മടങ്ങി വരുന്ന കംപ്ലൈന്റ്, റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടോ? മടങ്ങി വരുന്ന കംപ്ലൈന്റ്, അല്ലെ അങ്ങനെ കംപ്ലൈന്റുമായിട്ട് വരുന്ന ആളുകള്, അവരെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് who have come to the emergency. എമർജൻസിയില് അടിയന്തരമായിട്ട്
എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ടുള്ള പേഷ്യൻസ് അല്ലേ. അതായത് അടിയന്തരാവസ്ഥയിൽ വരുന്ന, എമർജൻസിയിൽ വരുന്ന മൊത്തം പേഷ്യൻസ് കേട്ടോ. അതിന്റെ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 200 ചെയ്യുക. ഫോർമുല നോക്കി, സെയിം തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ അവർ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതിയെന്നുള്ളൂ. നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സമാന ആ ഒരു കംപ്ലൈന്റുമായിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസിയിലേക്ക് വരുന്ന പേഷ്യൻസ്, അവരുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യൻസ് who have come to the emergency. അപ്പോൾ എമർജൻസിയിൽ വരുന്ന മൊത്തം പേഷ്യൻസിന്റെ എണ്ണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 ചെയ്യുക. ഫോർമുലാസ് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ. ഫോർമുല മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മൾ ടിക്ക് ഇട്ടത് മാത്രം പഠിച്ചാലും മതി. ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, ഇൻസിഡന്റ്. ഇത് നിങ്ങളുടെ പേജില് ഈ 12 ഒടുങ്ങി തന്നെയല്ലേ കിടക്കണേ. അപ്പൊ ഞാൻ ഓരോ പേജ് കഴിയുമ്പോഴേ അതിനകത്ത് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ടിക്ക് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവില്ല. 12ാമത്തെ തുടങ്ങി തന്നെയാണോ പേജ് കിടക്കുന്നത് നിങ്ങളുടെ? യെസ്, ഓക്കെ, കുഴപ്പമില്ല. അതെ. ഇനി നോക്കി, ഇതുപോലെ തന്നെയല്ല പേജ് പോയിക്കണം. അപ്പൊ ഞാൻ പറയാം ഒന്നും കൂടി. നമ്മള് ഈ പേജില് 7ാമത്തെ, ഇതിന് മുന്നുള്ളതില് 7ാമത്തെ ടിക്ക് ഇടണം, 9ാമത്തെ ടിക്ക് ഇടണം, അവിടെ 10ാമത്തെ ടിക്ക് എടുക്കണം. ഓക്കെ അല്ലേ? അത് 3 ടിക്ക് ഇട്ട് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട്. ഇനി അടുത്ത പേജില് നമ്മള് 12 മുതലാണ് കിടക്കണേ. ഓക്കെ, നോക്കിയേ, ഇൻസിഡന്റ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. Bed store per 1000 patient day. കണ്ടോ? അതായത് ഈ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ലേ, അഡ്മിറ്റ് ആയതിനു ശേഷം ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രഷർ അൾസേഴ്സ് സംഭവങ്ങളുടെ എണ്ണം. അതായത് ഈ എന്താണ്, നമ്മള് ഈ അഡ്മിറ്റ് ആയതിനു ശേഷം incident of hospital associated pressure ulcers after admission. അഡ്മിഷൻ ആയതിനു ശേഷം ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഈ പ്രഷർ അൾസേഴ്സ് അതിന്റെ എണ്ണം. അത് താഴെ പറയുന്നുണ്ട്. പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്കിന്നിനൊക്കെ എന്തെങ്കിലും ഇഞ്ചറിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇതൊക്കെ ആയിട്ട് വരുന്നതാണ്. നോക്കി, അവിടെ താഴെ കൊടുത്തേക്കുന്നുണ്ട്. എന്തായാലും ഹെഡിങ് എന്താണ്? അഡ്മിഷന് ശേഷം, അഡ്മിറ്റ് ആയതിനു ശേഷം ആശുപത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കുന്നതാകാം പ്രഷർ അൾസേഴ്സിന്റെ സംഭവം. എ പ്രഷർ അൾസർ ഈസ് എ ലോക്കലൈസ്ഡ് ഇഞ്ചറി ടു ദ സ്കിൻ. കണ്ടോ, സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു ലോക്കലൈസ്ഡ്, ഒരു പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഇഞ്ചറിയാണ്. ഓർ അണ്ടർലൈൻ ടിഷ്യൂ നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ് ആസ് ദ റിസൾട്ട് ഓഫ് പ്രഷർ ഓർ പ്രഷേഴ്സ് pressure in consultation with the shear and or friction. കത്രികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഷിയർ എന്ന് പറഞ്ഞ കത്രികയാണ് കേട്ടോ, കത്രിക. അപ്പൊ എന്തെങ്കിലും ഒരു പ്രഷറിന്റെ ഫലമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ അടിയില് നമുക്ക് അണ്ടർലൈൻ ടിഷ്യൂ, ചർമ്മത്തിന്റെ അടിയിൽ ഉള്ള ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് ഈ പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ കത്രിക ഉപയോഗിക്കുമ്പോഴോ ചിലപ്പോൾ വലിയ തെറ്റിക്കൊള്ളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു മുറിവാണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഹർഷണം, ഒരു പ്രഷറിന്റെ ഫലമായിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷറിന്റെ ഫലമായിട്ട് സ്കിന്നിന് അല്ലെങ്കിൽ ചർമ്മത്തിന്റെ അടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ടിഷ്യൂവിനുള്ള മുറിവാണ്, ഇഞ്ചുറിയാണ് പ്രഷർ അൾസർ. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിംഗ് എന്ന് പറയാൻ വഷളാകാം പ്രഷർ അൾസർ. അവിടെ ഓർന്നാട്ടോ, അത് ഡിവൈഡ് എന്ന് വായിക്കരുത് നിങ്ങൾ, അവിടെ ഓർന്നാണ്. അവിടെ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് പുതിയതായിട്ട് ന്യൂ ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസർ
അൾസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ്. അവിടെ മൊത്തത്തിലുള്ള പേഷ്യൻസ് ആ ഒരു ദിവസം വന്ന അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. അതായത് ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ അതായത് 1000 ദിവസം ഇല്ലേ, അതുകൊണ്ട് അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു. 1000 ദിവസത്തിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിൽ എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു. ഇതാണ് ന്യൂ ഓർന്നാണത്. നമ്പർ ഓഫ് പേഷ്യന്റ് who develop new or worsening of pressure ulcer divided by അതിനെന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 1000 ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ, catheter associated urinary tract infection. ഈ catheterമായി ബന്ധപ്പെട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ റേറ്റ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എല്ലാ പേഷ്യൻസിനും ഈ നമ്മൾ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടായിട്ട് ഈ കത്തീറ്റർ ഉപയോഗിച്ച എല്ലാ പേഷ്യൻസിനും യൂറിനറി ഇൻഫെക്ഷൻ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എത്ര പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കത്തീറ്ററുമായി ബന്ധപ്പെട്ട യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എത്ര പേർക്ക് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ്, കത്തീറ്ററുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പേഷ്യൻസ് ഫസ്റ്റ് റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIs ഇൻ എ മന്ത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ അത്. UTI എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഡിവൈഡഡ് ബൈ, അതായത് എന്താണ്, ഒരു മാസത്തില് കത്തീറ്ററുമായി ബന്ധപ്പെട്ട യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് കത്തീറ്ററുമായി ബന്ധപ്പെട്ട യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പേഷ്യൻസ്, അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മാസത്തിൽ ഉപയോഗിച്ച യൂറിനറി കത്തീറ്റർ അല്ലെ, ഇപ്പൊ ഒരു 20 പേഷ്യൻസ് വന്നു, അതിൽ നമുക്ക് 20 പേഷ്യൻസിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചു. യൂറിനറി കത്തീറ്റർ യൂറിപ്പാകാൻ ബുദ്ധിമുട്ടാണ്, യൂറിനറി കത്തീറ്റർ ഇട്ടു. അതിൽ 15 പേർക്കും യൂറിനറി കത്തീറ്റർ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അപ്പൊ നമുക്കതൊരു നല്ലൊരു സർവീസ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഈ നമ്മൾ എന്തിനാ ഈ ഫോർമുല പഠിക്കുന്നേ, ഈ ഫോർമുലാസിനെ ബേസ് ചെയ്തിട്ടാണ് നാം അവിടെ അക്രഡിറ്റേഷൻ കൊടുക്കണോന്ന് തീരുമാനിക്കുന്നത്. ഇത് എന്താ, ഇതിന്റെ പെർസെന്റേജ് ഇവിടെ കുറഞ്ഞിരുന്നാലല്ലേ നമ്മൾ നല്ല പെർഫെക്റ്റ് ഹോസ്പിറ്റലാണ് അല്ലെ, സർവീസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ, ആ ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം കണ്ടുപിടിക്കാൻ, ക്വാളിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഫോർമുലാസ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഇതും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഫോർമുല നമ്മൾ പഠിച്ചു പോകുന്നത്. എന്താണ് അവിടെ പറഞ്ഞത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട യൂറിനറി കത്തീറ്റർ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇത് ഒരു മാസത്തില് അത് വരുന്ന ഇൻഫെക്ഷന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, അവിടെ മൊത്തത്തില് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചിട്ടുള്ള പേഷ്യൻസ് അല്ലെ, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. അടുത്ത് നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്, വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന ന്യൂമോണിയ അല്ലെ. അതായത് നമുക്ക് ഒരുപാട് നാള് നമ്മൾ ഇതിനകത്ത് പഠിച്ചില്ലേ, ഫസ്റ്റ് മൊഡ്യൂളിൽ 13ാമത്തെ ചാപ്റ്റർ വെന്റിലേറ്റർ. അതിനകത്ത് വെന്റിലേറ്റർ ദീർഘനാള് വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചില്ലേ, അവിടെ ഒരു സെക്ഷൻ. അതിനകത്ത് നമ്മൾ ന്യൂമോണിയ പഠിച്ചില്ലേ. ദീർഘനാള് വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ലങ് ഇൻഫെക്ഷൻ അല്ലെ, ഒരു ന്യൂമോണിയയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വെന്റിലേറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ന്യൂമോണിയയുടെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. ഫോർമുല, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ആ മാസത്തിൽ എത്ര വെന്റിലേറ്റർ ഉപയോഗിച്ചു
അല്ലെങ്കിൽ എത്ര പേഷ്യൻസിന് വെന്റിലേറ്റർ ഉപയോഗിച്ചു, അതിൽ എത്ര പേർക്ക് ന്യൂമോണിയ വന്നു, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എത്ര റിപ്പോർട്ട് ചെയ്തു, അതാണ് 2000 ചെയ്യുക. 14ാമത്തെ ടിക്കറ്റ് വെക്കാം. 14 ടിക്കറ്റ് വെച്ച സിമ്പിൾ അല്ലേ? ഫോർമുല ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ ആണ് അവിടെ ന്യൂമറേറ്റർ കിടക്കുന്നത്, കണ്ടില്ലേ? നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത്. Number of ventilator associated pneumonia in a month divided by number of ventilator days in that month. Number of ventilator days in that month 2000 ചെയ്യുക. ക്ലിയർ ആയോ? 14ാമത്തെ ടിക്കറ്റ് വെച്ചോ? മൊത്തത്തിൽ അവിടെ ആ മാസത്തില് വെന്റിലേറ്റർ ഡേയ്സ് എത്രയുണ്ട്, ഇതിൽ എത്ര പേർക്ക് വെന്റിലേറ്റർ ഉപയോഗിച്ചു, അതിൽ എത്ര പേർക്ക് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ അത് റിപ്പോർട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കിയേ 15ാമത്തെ. ഓക്കെ, അടുത്ത് നോക്കിയേ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. അതായത് നമുക്ക് എന്താ പറയാ, ഈ നമുക്ക് ബ്ലഡ് ഒക്കെ നമുക്ക് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ഈ എന്താണ് നമുക്ക് അവിടെ ആ ഒരു IV ഇതൊക്കെ ഫിസ്റ്റുല വെക്കാറില്ലേ അവിടെ? ഇഞ്ചക്ഷൻ എപ്പോഴും വെയിൻ കണ്ടുപിടിച്ച് ഇഞ്ചക്ഷൻ ചെയ്യണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ചരമ്പിലേക്ക് നമ്മൾ കുത്തിവെക്കാറില്ലേ ആ ഫിസ്റ്റുല പോലെ? കാനുല ഇതല്ലേ അത്? അതായത് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ വെയിനിലേക്ക് നമുക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്, അതായത് അപ്പൊ അതിലേക്ക് കൊടുത്താൽ മതി. അതാണ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, സെൻട്രൽ ലൈനുമായി ബന്ധപ്പെട്ട ബ്ലഡ് സ്ട്രീമിലെ ഇൻഫെക്ഷൻസ്, അങ്ങനെ വരുന്ന ഇൻഫെക്ഷൻ റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻടു 100. അപ്പൊ ചിലപ്പോഴേ ആ കാനുല അവിടെ നമ്മള് ഇപ്പൊ ഒരാഴ്ചയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഇഞ്ചക്ഷൻ അല്ലെ ആന്റിബയോട്ടിക്സ് പറയുന്നുണ്ട്, അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ സെൻഡ് ചെയ്യും, ഞരമ്പ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് ഈ കാനുല അവിടെ വെക്കും അല്ലെ. പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴെല്ലാം നേരെ അതിന്റെ ആ ട്യൂബ് ഇത് മാറ്റിയിട്ട് അവിടേക്ക് ഇഞ്ചക്ഷൻ ചെയ്യണേ. അല്ലാതെ നേരത്തെ പോലെ ഓരോ പ്രാവശ്യം വന്ന് കുത്തിയിരിക്കൂല. ഓൾറെഡി ആ സൂചി നമ്മുടെ കയ്യിലിരിക്കൂലേ, ബട്ടർഫ്ലൈ പോലത്തെ സംഭവം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ പെർസെന്റേജ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതാണ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വെയിനിലേക്ക് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കി. നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. അപ്പൊ അതുമൂലം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള ആ നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ അതിന്റെ എണ്ണത്തെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ആ ഒരു മാസം ആ ഒരു മന്തില് നമ്മൾ ഈ കാനുല കണക്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസ് അതിന്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, ഇൻടു 1000 ചെയ്യുക. അടുത്തതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് അതെന്താണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ അതിന്റെ പെർസെന്റേജ് മനസ്സിലാവുണ്ടോ? പറയുന്നത് മനസ്സിലാവുണ്ടോ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ?
നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാത്ത എക്യുപ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റാം, ആ സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആ ഒരു മാസം 20 അല്ല ഒരു ദിവസം ഒരു 10 സർജറി ഉണ്ടായിരുന്നു. 10 സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമല്ലല്ലോ, അല്ലെ? അവരെ ക്വാളിറ്റി താഴെയാക്കുന്ന ഒരു സംഭവമാണ് അത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ പെർസെന്റേജ് കുറഞ്ഞാലാണ് നമുക്ക് ഗുഡ് ഹോസ്പിറ്റലാണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞ് ലാബിന് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ ഒരു മാസത്തില് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് സർജറി പെർഫോംഡ് ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസം മുഴുവനും നടത്തിയ സർജറികളുടെ എണ്ണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഓക്കെ, ആ മാസത്തില് പെർഫോം ചെയ്തിട്ടുള്ള സർജറികളുടെ എണ്ണം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഓക്കെ ആണോ? താഴെ ഒരു പേജ് ഉണ്ട്, അല്ല നിങ്ങൾക്ക് 12 മുതലല്ലേ നമ്മൾ പറഞ്ഞത്, അത് മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. ആ പേജ് മുഴുവനും കഴിഞ്ഞിട്ട് പറയാം. നോക്കാം, ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ ഒരു മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം, അതായത് നമ്മുടെ ന്യൂമറേറ്റർ തന്നെയാണ്, അല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത് കേട്ടോ. Number of surgical site infection in a given month divided by number of surgeries performed in that month into 100. ഇനി അടുത്ത നോക്കിയ ഹാൻഡ് ഹൈജീൻ കംപ്ലൈന്റ്സ് റേറ്റ്. ഹാൻഡ് ഹൈജീൻ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ പാലിക്കുക, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ പെർസെന്റേജ്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നതിന്റെ പെർസെന്റേജ്. ഫോർമുല നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോം. ആ ഹോസ്പിറ്റലിൽ നിർവഹിച്ചിട്ടുള്ള ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ ടോട്ടൽ എണ്ണം, ടോട്ടൽ നമ്പർ, അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഹാൻഡ് ഹൈജീൻ അവസരങ്ങൾ ഉണ്ടായി, ഓപ്പർച്യൂണിറ്റീസ് അതിന്റെ എണ്ണം ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. അതും പഠിക്കണം കേട്ടോ. 17ാമത്തെ ഡിക്കേഡ് ഒന്നുമില്ല, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ കിടക്കുന്നത്. നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്, ഉണ്ടോ അവിടെ നിർവഹിച്ച ഹാൻഡ് ഹൈജീൻ ആക്ഷൻ, അതിന്റെ എന്ത് ചെയ്യണം, മൊത്തം ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്, ഹാൻഡ് ഹൈജീൻ അവസരങ്ങള്, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. അടുത്ത നോക്കിയേ, 18ാമത്തെ നോക്കിയേ, percentage of cases who received appropriate prophylactic antibiotics within the specific time frame. ഒരു പ്രത്യേക പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണം, പ്രൊഫൈലാക്സിസ്, പ്രൊഫൈലാക്സിസ്. ഓക്കെ നോക്കിയേ, percentage of cases who റിസീവ് ചെയ്തിട്ടുള്ള എന്താ അനുയോജ്യമായിട്ടുള്ള രോഗനിവാരണത്തിനുള്ള ആന്റിബയോട്ടിക്കുകള് ഒരു പ്രത്യേക ടൈം ഫ്രെയിമില് നമുക്ക് എന്താണ് അനുയോജ്യമായിട്ടുള്ള രോഗനിവാരണ ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തിട്ടുള്ള കേസുകൾ, അതിന്റെ പെർസെന്റേജ്. Okay, number of patients who did receive the appropriate prophylactics antibiotics. അതായത് നമ്മൾ ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് എത്ര പേര്, ഇപ്പൊ ചില ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടൈമിനുള്ളില് നമുക്ക് എന്താ പറയാ അതിൻ്റെതായ മരുന്നുകൾ കഴിക്കണം, ആന്റിബയോട്ടിക്സ് കഴിക്കുന്നുണ്ട് അല്ലെ.
അപ്പൊ അങ്ങനെ അനുയോജ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര പേര് ആ രോഗനിവാരണത്തിനുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചു അവരുടെ എണ്ണത്തിന് എന്തു ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യൻസ് who underwent സർജറി, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 100 പേര് ചെയ്തെങ്കിൽ അതിലെല്ലാവരും എന്താണ് ആന്റിബയോട്ടിക്സ് അത് റിസീവ് ചെയ്യുന്നില്ല ഉണ്ടോ? അപ്പൊ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വിധേയരായവരില് ഇത്ര പേര് അനുയോജ്യമായിട്ടുള്ള ആ രോഗനിവാരണ ആന്റിബയോട്ടിക്സ് റിസീവ് ചെയ്തു ഇൻറ്റു 100 ചെയ്യുക. ഒന്നുമില്ല, നമ്മുടെ ആ ക്വസ്റ്റ്യൻ നോക്കുക, അത് തന്നെയാണ് അവിടെ കിടക്കുന്നത്. Percentage of cases who received appropriate prophylactic antibiotics within the same time frame. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അനുയോജ്യമായിട്ടുള്ള പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ചിട്ടുള്ള അവരുടെ പെർസെന്റേജ് അതിന് എന്ത് ചെയ്യണം? മൊത്തം ഓപ്പറേഷൻ തിയേറ്ററിൽ വിധേയരായിട്ടുള്ള സർജറി ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡ് ചെയ്യണം ഇൻറ്റു 100 ചെയ്യണം. ഇനി അടുത്തത് നോക്കിയ 19ാമത്തെ പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് സർജറി. ഈ സർജറി റീഷെഡ്യൂൾ ചെയ്ത പെർസെന്റേജ് അല്ലെ? ചിലപ്പോ നമുക്ക് സർജറി റീഷെഡ്യൂൾ ചെയ്യാലോ, ഇന്ന ദിവസമായിരുന്നു, അത് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കാം അല്ലെ? റീഷെഡ്യൂൾ ചെയ്യാം, മാറ്റിവെക്കാം. നമുക്ക് ഇന്ന ദിവസമായിരുന്നു, ചിലപ്പോ ഡോക്ടറിന്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന് വേറെ എന്തെങ്കിലും ഇതുകൊണ്ടോ അല്ലെ, നമുക്ക് ചിലപ്പോൾ ക്യാഷ് സെറ്റ് ആകാത്തതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടാണെങ്കിലും ചിലപ്പോ സർജറികൾ റീഷെഡ്യൂൾ ചെയ്യാം. അത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ സർജറി പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തിട്ട് ആ സമയം പിന്നെ മാറ്റാന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് ആണ്. Percentage of rescheduling of surgery. റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ പെർസെന്റേജ് എങ്ങനെയാന്ന് നോക്കിയേ? റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ. ഇനി എന്തെങ്കിലും കാരണങ്ങൾ ക്യാൻസൽ ആയതാവാം. ക്യാൻസലേഷൻ ആൻഡ് പോസ്റ്റ്പോൺമെന്റ് എന്ന് വെച്ചാൽ മാറ്റിവെച്ചത്. അതെപ്പോഴാ? ബിയോണ്ട് 4 hours, 4 മണിക്കൂറിന് അപ്പുറം മാറ്റിവെച്ചത്. 1 മണിക്കൂർ 1/2 മണിക്കൂറോ മാറ്റിവെച്ചതാ അല്ല, 4 മണിക്കൂറിന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള മാറ്റിവെച്ചിട്ടുള്ള സർജറികള് അല്ലെ? ഓഫ് ദ സർജറി. മനസ്സിലായോ? ക്യാൻസൽ ചെയ്തതോ അല്ലെങ്കിൽ 4 മണിക്കൂറിനപ്പുറമോ മാറ്റിവെച്ചിട്ടുള്ള സർജറികള് ഫോർമുല ഇങ്ങനെയാ? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ്. റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണത്തെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻ. അവിടെ മൊത്തം ആസൂത്രണം ചെയ്തിട്ടുള്ള ആ കേസ് അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സർജറി ഇല്ലേ, അതിന്റെ മൊത്തം എണ്ണം. അതിൽ ചിലപ്പോ 3 എണ്ണം, ഇപ്പൊ 10 സർജറി ഉണ്ടായിരുന്നു, അതിൽ ചിലപ്പോ 3 എണ്ണം നമുക്ക് ചിലപ്പോ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നിന്ന് 2 എണ്ണം ചിലപ്പോ ക്യാൻസൽ ആയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇതാണ് നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് divided by number of cases planned. ആസൂത്രണം ചെയ്തിട്ടുള്ള കേസുകള് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ ആണോ? അത് ബോറടിക്കണ്ടോ? ഇത് ഫോർമുല മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? 19ാമത്തെ ആണോ? ആ പേജ് ഒന്ന് നോക്കിയേ നിങ്ങള്. ഇനി നമ്മൾ ആ പേജിൽ ഏതൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുണ്ടോ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ 12ാമത്തെ മുതലല്ലേ, അതില് 14ാമത്തെ പഠിക്കണം. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് 14 ടിക്കിടുക. 14. അടുത്തത് 16 സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്, അത് ടിക്കിടുക. 14ഉം 16ഉം. അടുത്തത് 17 hand hygiene complaints rate 17. പിന്നെ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 19. 19. ക്ലിയർ ആയോ? 4 എണ്ണം ആ പേജിൽ പഠിക്കാം. 19, 17, 16, 14. ഓക്കെ, ഫുള്ള് കഴിയുമ്പോ നമുക്ക് ഒന്നോടെ വേണമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, ഒന്നുകൂടി എനിക്കൊന്ന് ക്ലിയർ ആവാൻ.
മനസ്സിലായോ? ഓക്കെ. യെസ്. ഇനി അടുത്ത് നോക്കി 20ാമത്തെ ഒരിക്കൽ കൂടി നമുക്ക് പറയാം. Turnaround time for issue of blood and blood components. Turnaround time for issue blood components issue ചെയ്യാൻ എടുക്കുന്ന ടൈം. അതായത് the time taken to be calculated from the time request is received in the blood bank till the blood is cross-matched or reserved and available for the transfusion. ഉണ്ടോ? അതായത് നമ്മൾ ബ്ലഡ് ബാങ്കിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്ത സമയം മുതൽ ഉണ്ടോ? അതായത് ബ്ലഡ് ബാങ്കിന്റെ നമുക്കൊരു നമുക്ക് ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണൻസിന്റെയും അത് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. The turnaround time for issue of blood and blood component. blood component നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം അതെങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്? ബ്ലഡ് ബാങ്കിന്റെ ആ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തിട്ട് അതേ റിസർവ് ചെയ്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ലഭ്യമാക്കുന്നത് വരെയും എടുക്കുന്ന സമയം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് അതായത് റിക്വസ്റ്റ് ലഭിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ലഭ്യമാക്കുന്നത് വരെയും എടുക്കുന്ന സമയം. റിസർവ് ചെയ്ത് അല്ലെങ്കിൽ ക്രോസ് മാച്ച് ചെയ്ത് നമ്മളത് ട്രാൻസ്ഫ്യൂഷനെ ലഭ്യമാക്കുന്നത് അതിന് വരെയും എടുക്കുന്ന ടൈമാണ് ടേണറൗണ്ട് ടൈം പറയുന്നത്. ഓക്കെ. സം ഓഫ് ടൈം ടേക്കൺ എടുക്കുന്ന സമയല്ലേ? സം ഓഫ് ദ ടൈം ടേക്കൺ എടുത്ത സമയം ഇതിന്റെ സമ്മ. അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ഓർ റിസർവ്. മൊത്തത്തില് ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ റിസർവ് ചെയ്തിട്ടുള്ള അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ എങ്ങനെയാണ് നമ്മൾ ആ എടുത്ത സമയത്തെയാണ് കേട്ടോ. സം ഓഫ് ടൈം ടേക്കൺ അവിടെ എടുത്ത സമയം ഡിവൈഡഡ് ബൈ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ മൊത്തത്തില് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിന്റെ എണ്ണം കൊണ്ട് അത് ക്രോസ് മാച്ച് ചെയ്ത് ട്രാൻസ്ഫ്യൂഷൻ അവൈലബിൾ ആക്കാൻ വേണ്ടി എടുത്ത സമയമല്ലേ? ചിലപ്പോ 10 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം. അത് അങ്ങനെ മൊത്തത്തിൽ നോക്കാം. എന്നിട്ട് എന്താണ് അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് ക്രോസ് മാച്ച് അവിടെ മൊത്തം ക്രോസ് മാച്ച് ചെയ്തിട്ടുള്ള ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. ഓക്കെ ആണോ? അതായത് ഇപ്പൊ നമ്മളെ ഒരു ദിവസം ഇപ്പൊ 10 ബ്ലഡ് കമ്പോണന്റ് ആണ് അവിടെ ക്രോസ് മാച്ച് ചെയ്തേ. അപ്പൊ 10 ക്രോസ് മാച്ച് ചെയ്യാനെടുത്ത സമയമില്ലേ? അതാണ് ന്യൂമറേറ്റർ അവിടെ കിടക്കുന്നത്. ആ സമയത്തെ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച് ഓർ റിസർവ് ക്രോസ് മാച്ച് ചെയ്ത അതിൽ റിസർവ് ചെയ്തിട്ടുള്ള ഡിവൈഡ് ചെയ്യുക. ഒരു നമ്മൾ പഠിക്കാം, വേറെ ഒന്നുമില്ല. 21ാമത്തെ ആ ഫോർമുല മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പഠിക്കേണ്ടതാണ് കേട്ടോ. 21ാമത്തെ ടിക്കറ്റ് വെച്ചോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്. ICU വാർഡിന്റെ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ICU 1:2 അല്ലേ? 2 പേഷ്യന്റിന് ഒരു നേഴ്സ് അങ്ങനെ അല്ലേ? അതാണ് നോക്കി ഫോർമുല. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് അവിടെയുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ് അവിടെയുള്ള ഓക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പേഷ്യന്റ് ഉണ്ട് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ആ നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണത്തെ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ് അതായത് അവിടെയുള്ള പേഷ്യന്റ് ഇല്ലേ? പേഷ്യൻസ് ഉണ്ട്. ഓക്യുപ്പൈഡ് ബെഡിന്റെ ആ നമ്പർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21ാമത്തെ ഫോർമുല ആ പേജിൽ നമ്മൾ പഠിക്കണം. 21ാമത്തെ ടിക്കറ്റ്. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുറച്ചും കൂടി ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോർമുല മാത്രമായതുകൊണ്ട് വേഗം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരുപാട് ഡീറ്റെയിൽ ഇല്ല. നിങ്ങൾ ആ ഫോർമുല ഒന്ന് കറക്റ്റ് ആക്കി ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒന്നും കൂടി നമ്പർ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു.